ആദ്യം CMRL-നുള്ള കരിമണൽ ഖനനാനുമതി റദ്ദാക്കിയത് വിവാദത്തിന് ശേഷം കരാർ റദ്ദാക്കിയത് 2023 ഡിസംബർ 18 എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നു. കേന്ദ്ര നിയമപ്രകാരം 2019 തന്നെ കരാർ റദ്ദാക്കാമായിരുന്നു. അതിനുശേഷവും കരാർ റദ്ദാക്കാൻ 5 വർഷമാണ് വൈകിയത്. അമൽ തേനമർബിൽ വിവരങ്ങൾ വേണ്ട. അമൽ, എന്തൊക്കെയാണ് പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ? കേന്ദ്ര നിയമപ്രകാരം റദ്ദാക്കേണ്ട സമയം കഴിഞ്ഞ് 5 വർഷം ഈ കരാർ നിലനിന്നെങ്കിൽ അതിൽ ആരുടെയൊക്കെ സമ്മർദ്ദമുണ്ടാകും, ആരുടെയൊക്കെ താല്പര്യമുണ്ടാകുമെന്ന് വ്യക്തമാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് സർക്കാരിനെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടനടക്കം ആരോപണമായി ഉന്നയിച്ചത്. അതിന് ചില രേഖകൾ കൂടി പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന രേഖ എന്ന് പറയുന്നത് ഈ കരിമണൽ ഖനന കമ്പനി CMRL-ലുമായുള്ള ഒരു കരാർ ഉണ്ടായിരുന്നു. ആ കരാർ റദ്ദാക്കിയത് 2023 ഡിസംബർ 18 അതിന് ആ ഡേറ്റിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് 2019 തന്നെ 2019 മൂന്നാം മാസം 19 തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവുണ്ടായിരുന്നു. ഈ ഖനനം സംബന്ധിച്ച വിഷയത്തിൽ അത്തരം ഖനന മേഖലയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രം അത് പരിമിതിപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവായിരുന്നു 2019 മൂന്നാം മാസം വന്നത്. പക്ഷേ അതിനുശേഷവും 5 വർഷം ഈ കരാർ റദ്ദാക്കാൻ കാത്തിരുന്നു. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് വന്നതിന് ശേഷം സർക്കാരിൻ്റെ മറ്റ് ചില ഇടപെടലുകൾ, മുഖ്യമന്ത്രി ഇടപെട്ട് ഇതിൽ ഇടപെട്ടു എന്നത് സംബന്ധിച്ച് ചില വിവരങ്ങൾ ഇന്നലെ മാത്യു പുറത്തുവിട്ടിരുന്നു. അത് ഈ കരാർ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് വന്നതിന് ശേഷമാണ്. അന്ന് മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിക്കുകയും ഇത് സംബന്ധിച്ച ഫയൽ വിളിച്ചു വരുത്തുകയും ഒരു നിയമോപദേശം AGയോട് തേടുകയും ചെയ്തു. നേരത്തെ ഒരു സുപ്രീം കോടതി വിധി 2016 ഉണ്ടായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൂടി ഖനന മേഖലയിൽ ഇടപെടാം എന്നുള്ളത്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് വന്നതോടുകൂടി അതിന് പ്രസക്തി ഇല്ലാതായി മാറി. പക്ഷേ അതിനുശേഷവും ഈ ഉത്തരവ് വന്നതിന് ശേഷവും മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാധ്യത ഈ വിഷയത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. നിയമോപദേശം തേടി എന്നുള്ളതാണ് മാത്യുവിൻ്റെ ആരോപണമായി ഉന്നയിച്ചത്. അതിനെ കൂടുതൽ കരുത്തു പകരുന്ന രേഖയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ 5 വർഷം എന്തിനു വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉത്തരവ് വന്നതിന് ശേഷം പൊതുമേഖലയിൽ മാത്രം കരിമണൽ ഖനനം എന്നൊരു ഉത്തരവ് വന്നതിന് ശേഷം പിന്നീട് ഈ കരാർ റദ്ദാക്കാൻ 5 വർഷം എന്തിനു കാത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ്റെ വാർത്താ സമ്മേളനം നടന്നതിന് തൊട്ട് പിന്നാലെ ഈ കരാർ റദ്ദാക്കുകയും ചെയ്യുന്നു. അതായത് 2023 ഡിസംബർ 18 ഈ കരാർ റദ്ദാവുകയും ചെയ്യുന്നു. അങ്ങനെ അത്തരത്തിൽ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ചില സംശയങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം ഇനി വരേണ്ടതുണ്ട്. മാത്യു കുഴൽനാടൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോകുന്ന, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോകുന്ന രേഖകളാണ് പുറത്തു വരുന്നത്. ശരി അമൽ.